98-ാം പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. IFPHന്റെ 1500ാം ദിന ആഘോഷങ്ങൾ അഞ്ചാം ദിനമാണിന്ന്. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അശോക് കുമാർ വി, എഡിറ്റർ, ഒരേ ഭൂമി ഒരേ ജീവൻ. പോസ്റ്റ് കൊളോണിയൽ ചിന്താ പദ്ധതിയെ അടിസ്ഥാനമാക്കി പരിസ്ഥിതി, കൃഷി, ആരോഗ്യം, രാഷ്ട്രീയം, സംസ്കാരം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളെ പറ്റി ആനുകാലികങ്ങളിൽ സ്ഥിരമായി എഴുതി വരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം ഒരേ ഭൂമി ഒരേ ജീവൻ മാസികയുടെ എഡിറ്ററായി പ്രവർത്തിച്ചു. ഹരിത വിപ്ലവം, ദുർഭൂതങ്ങളുടെ വിഷക്കനി, പരിസ്ഥിതി പ്രവർത്തനം വീട്ടിലും വിദ്യാലയങ്ങളിലും, രോഗം തരുന്ന വെളുത്ത ചോറ്, രോഗം വിതറുന്ന രാസവളം എന്നീ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലിബറലിസം, സർവാരാധനയുടെ രാഷ്ട്രീയ മനഃശാസ്ത്രം എന്ന ലേഖന പരമ്പര ഉടൻ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കും. ട്രൂ കോപ്പി, വെബ്സീൻ, കേരളീയം, ഓൺലൈൻ മാഗസിൻ, ഒരേ ഭൂമി ഒരേ ജീവൻ എന്നിവയിൽ എഴുതാറുണ്ട്. അധ്യാപനത്തിൽ നിന്നും 2021 വിരമിച്ചു. ചേർത്തല താലൂക്ക് തുറവൂരിൽ ജനനം, ഇപ്പോൾ പൊന്നാനിയിൽ സ്ഥിര താമസം. ഏകാരോഗ്യം ഒരു വിമർശനാത്മക വിശകലനം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ശ്രീ അശോക് കുമാർ വി സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇതുപോലെ ഒരു അവസരം തന്നതിന് ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകമായ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം ഏകാരോഗ്യം ഒരു വിമർശനാത്മക വിശകലനം എന്നതാണ്. അത് പൊതുവെ ഏകാരോഗ്യത്തെപ്പറ്റി ഇപ്പോൾ ലോകമെങ്ങും ചർച്ച നടക്കുകയും അതിൻ്റെ പ്രായോഗിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും എന്താണ് ഏകാരോഗ്യം, അതിൻ്റെ പ്രസക്തി എന്താണ് എന്ന വിഷയങ്ങളെ പറ്റിയാണ് ഇവിടെ ഞാൻ കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരിക്കൽ കൂടി ഇങ്ങനൊരു അവസരം തന്നതിനാൽ സന്തോഷം അറിയിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് ആദ്യം എന്താണ് ഈ വൺ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. നമുക്ക് അതിന് ഏറ്റവും നല്ല എളുപ്പ വഴി എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ നിലവിലുള്ള നമ്മളുടെ ആരോഗ്യ കൺസെപ്റ്റ്, ആരോഗ്യത്തെ പറ്റിയുള്ള നമ്മളുടെ ഐഡിയയും വൺ ഹെൽത്തിൻ്റെ കൺസെപ്റ്റും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ നമുക്ക് വേഗം അത് പിടികിട്ടും. കൺവെൻഷണൽ കൺസെപ്റ്റ് പ്രധാനമായിട്ടും ഒന്നത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ പറ്റി മാത്രമാണ്. മനുഷ്യൻ്റെ ആരോഗ്യം, മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഉതകുന്ന മരുന്ന് മാത്രമല്ല, അത് വ്യക്തി കേന്ദ്രീകൃതമാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണം എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളത് പലപ്പോഴും അവിടെ 2ാം സ്ഥാനത്തേക്കോ 3ാം സ്ഥാനത്തേക്കോ തള്ളപ്പെടും. നേരെ മറിച്ച് വൺ ഹെൽത്ത് എന്ന ഒരു ആശയത്തിൽ മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ മനുഷ്യൻ്റെ ചുറ്റുമുള്ള ജീവജാലങ്ങളുടെയും അവൻ്റെ മൊത്തം പരിസ്ഥിതിയുടെയും ആരോഗ്യവുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ്. അപ്പോൾ മനുഷ്യനെ മാത്രമല്ല, അതിൻ്റെ ചുറ്റുപാടുകളെ കൂടെ കേന്ദ്രമാക്കുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്, ഒരു ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ചാണ് ഈ
വൺ ഹെൽത്തിൻ്റെ ഫോക്കസ്. ഇനി അതിൻ്റെ ഒരു സമീപന രീതി നോക്കുകയാണെങ്കിൽ എങ്ങനെ ഈ ഫോക്കസിലേക്ക് നമുക്ക് എത്തിച്ചേരാം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ കൺവെൻഷണൽ മെഡിസിൻ നോക്കുക, അത് ക്ലിനിക്കൽ കെയർ ആണ്, അത് ചികിത്സയാണ്, മെഡിക്കൽ മരുന്ന് കൊണ്ടുള്ള ഇടപെടലാണ്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് കുറേ പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് വരാം. അപ്പോൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, അല്ലെങ്കിൽ കൈ കഴുകിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്നുള്ള മെഷേഴ്സൊക്കെ ഉണ്ടാകാം. നേരെ മറിച്ച് വൺ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ആണ്. അത് പല ഡിസിപ്ലിനുമായിട്ട്, അത് ആരോഗ്യശാസ്ത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് പരിസ്ഥിതി ശാസ്ത്രത്തെയും മൃഗ ചികിത്സയെയും അല്ലെങ്കിൽ ഇക്കോളജിയെയും സോഷ്യോളജിയെയും സാമ്പത്തിക ശാസ്ത്രത്തെയും ഒക്കെ ഉൾക്കൊള്ളുന്നു. കാരണം ഇതെല്ലാമായി ചേർന്നതാണ്, ഇതെല്ലാമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മനുഷ്യൻ്റെ ആരോഗ്യം എന്നുള്ള കുറേ കൂടി വിശാലമായ ഒരു കാഴ്ചപ്പാടാണ്, അപ്രോച്ചാണ്, സമീപനമാണ് വൺ ഹെൽത്തിനുള്ളത്. ഇനി ഇതിൻ്റെ മേഖല, അതിൻ്റെ സ്കോപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ആരോഗ്യ സങ്കല്പത്തിൽ ഡിസീസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്, രോഗങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്കോപ്പ്. ആ രോഗങ്ങൾ മാനേജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ വേണം, നമുക്ക് ധാരാളം ആശുപത്രികൾ വേണം, അവിടെ കിടക്കകൾ വേണം. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് കാണുന്നത് തന്നെ, എത്ര കിടക്കകളുണ്ട് എന്നാണ് നോക്കുക. പിന്നെ മാത്രമല്ല അഡ്വാൻസ്മെൻ്റ് ആണോ, മെഡിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ടോ, നാട് മുഴുവൻ സ്കാനിങ് സെൻ്റർ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ടോ, പഞ്ചായത്ത് തോറും പിന്നെ ഡയാലിസിനുള്ള സൗകര്യം ഉണ്ടെങ്കിലും അത്രയും അഡ്വാൻസ്മെൻ്റ് എന്നുള്ളതാണ്. അതനുസരിച്ചുള്ള ഒരു ഹെൽത്ത് പോളിസി ആയിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മൾ ഡോക്ടർമാരുടെ എണ്ണം, ഇങ്ങനെയൊക്കെയാണ്. വൺ ഹെൽത്തിൽ അപ്രോച്ച് നോക്കുകയാണെങ്കിൽ അത് മനുഷ്യൻ്റെ ഹെൽത്തും മൃഗങ്ങളുടെ ആരോഗ്യവും ഇക്കോസിസ്റ്റത്തിൻ്റെ ഹെൽത്തും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുള്ളതാണ് അതിൻ്റെ ഒരു കീ കൺസെപ്റ്റ്. അതുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് ഉള്ള ഒരു കാലഘട്ടത്തിൽ ഈ ഇക്കോസിസ്റ്റവും ഒക്കെ തകരാറിലായിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനെ കൂടെ പരിഗണിക്കണം. മാത്രമല്ല ഇക്കോസിസ്റ്റം തകരാറിലാണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലായിരിക്കും എന്നുള്ളതാണ് രോഗങ്ങളുടെ വരവ്. മൊത്തം ബയോഡൈവേഴ്സിറ്റിയുടെ നഷ്ടം നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു പരിസ്ഥിതിയെ സംരക്ഷിക്കാതെ നമുക്ക് മനുഷ്യൻ്റെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കീ ഔട്ട്ലുക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് വൺ ഹെൽത്തിനെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ കൺസെപ്റ്റ് ഉണ്ടായത്? വൺ ഹെൽത്ത് എന്ന കൺസെപ്റ്റ് ഈ കൺവെൻഷണൽ ഹെൽത്ത് കൺസെപ്റ്റിനെ അധികരിച്ചുകൊണ്ട് വൺ ഹെൽത്ത് എന്ന കൺസെപ്റ്റ് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. ഞാൻ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ മാത്രമേ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്ന് എക്സ്പ്ലോഷനാണ്, ഇതിൻ്റെ സൂണോസിസിൻ്റെ എക്സ്പ്ലോഷനാണ്. അതായത് ജന്തുജന്യ രോഗങ്ങൾ 1970-കൾക്ക് ശേഷം നോക്കുകയാണെങ്കിൽ ജന്തുജന്യ രോഗങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന പകർച്ചരോഗങ്ങളുടെ 60%-ലേറെയും ജന്തുക്കളിൽ നിന്നാണ്. ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാമല്ലോ. HIV, എബോള, സാർസ്, ലാസ്റ്റ് കോവിഡ് വരെ നമുക്ക് ധാരാളം ജന്തുജന്യ രോഗങ്ങളെ പറ്റി പറയാൻ കഴിയും. അപ്പോൾ ഈ രോഗങ്ങളെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ അക്രോസ് സ്പീഷീസിൽ, അതായത് മനുഷ്യൻ മാത്രമല്ല മറ്റ് സ്പീഷീസിനെ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. വേറൊന്ന് നോക്കുക, നമുക്ക് ഇതിനോട്ട് ബന്ധപ്പെട്ടൊരു കാര്യം നോക്കുക. ഒരു പഠനമാണ് എമർജൻസ് ഉണ്ട്, റീ എമർജൻസ് ഉണ്ട്. പഴയത് വീണ്ടും വരുന്നു, പുതിയതും വരുന്നു. സ്പ്രെഡ് ഓഫ് വൈറൽ വരുന്ന പകർച്ചവ്യാധികളുടെ നല്ലൊരു പങ്കും ബാക്ടീരിയയേക്കാൾ പ്രധാനമായിട്ട് വൈറൽ സൂണോറ്റിക് ഡിസീസാണ്. അതാണ് മറ്റൊരു പ്രത്യേകത എന്നുള്ളത്. വൈറസ് ആണ് നോക്കുക, ഹൈ പെർസെൻറ്റേജ് വൈറസ് ആണ്. അതായത് മുൻപ് മനുഷ്യരും ഈ ജീവികളും തമ്മിൽ വളരെ കോ എക്സിസ്റ്റഡ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു കോ എക്സിസ്റ്റൻസ് തകരാറിലാകുകയും മൈക്രോബിയൽ ഏജൻസ്, ബാക്ടീരിയ, അതിനൊക്കെ കൂടുതലായിട്ട് വരുന്നത് വൈറസ് ആണ്. ഹൈ പെർസെൻറ്റ് ഓഫ് സൂണോറ്റിക് ഡിസീസിൽ വൈറസ് ആണെന്നാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ വിഷയം, അപ്പോൾ ആദ്യത്തെ വിഷയം ഈ ജന്തുജന്യ രോഗങ്ങളുടെ വ്യാപനമാണെങ്കിൽ, രണ്ടാമത്തത് ഒരു പ്രതിസന്ധി വെച്ചാൽ ആധുനിക വൈദ്യ
ലോകത്തിൻ്റെ രണ്ട് പ്രതിസന്ധികളാണ്. ഒന്ന് 70ക്ക് ശേഷമുള്ള ഈ വൈറൽ രോഗങ്ങളുടെ അമിതമായ വ്യാപനം, രണ്ടാമത്തത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആണ്. മൈക്രോബ്സിനെ നിലവിലുള്ള മരുന്നുകൾ കൊണ്ട്, മരുന്നെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ അലോപ്പതിക് സിസ്റ്റവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിലവിലുള്ള മരുന്നുകൾ കൊണ്ട്, അലോപ്പതി മരുന്നുകൾ കൊണ്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിന് ഉദാഹരണം ഇവിടെ UN-ന്റെ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചാർട്ടിൽ നോക്കിയാൽ കാണാം. ക്യാൻസർ ഇപ്പോൾ 10 മില്യൺ മരണമാണ് ഇപ്പോൾ 2020 ക്യാൻസർ കൊണ്ടുണ്ടാകുന്നത്. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൊണ്ട്, മൈക്രോബ്സിനെ തോൽപ്പിക്കാൻ നിലവിലുള്ള ആൻറ്റിബയോട്ടിക്സ് കൊണ്ട് നമുക്ക് മൈക്രോബ്സിനെ തോൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്കിപ്പോൾ 13 ലക്ഷം മരണങ്ങളാണുള്ളത്. പക്ഷേ 2050 ആകുമ്പോൾ ക്യാൻസറിൽ ഒരു വർഷം എത്ര പേര് മരിക്കുമോ അത്രയും മരണങ്ങൾ, അതായത് 10 മില്യൺ മരണങ്ങൾ നമുക്ക് 2050 ഈ AMR കൊണ്ടുണ്ടാകും, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകും എന്നുള്ളതാണ് ഒരു വലിയ വെല്ലുവിളി. എന്ന് പറഞ്ഞാൽ നിലവിൽ നമുക്ക് ഉള്ള മരുന്നുകൾ കൊണ്ട്, ആൻറ്റി ബയോട്ടിക്സ് കൊണ്ട് പരിഹരിക്കപ്പെടാവുന്നതല്ല മൈക്രോബ്സിൻ്റെ വീര്യം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഈ നമ്മുടെ അപ്രോച്ച് മാറണമെന്ന് പറയാനുള്ള പ്രധാന കാരണം. അതായത് വൺ ഹെൽത്ത് എന്ന അപ്രോച്ചിലേക്ക് വരാനുള്ള രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കാരണം ഇതിനെ തുടർന്നാണ് നമ്മളുടെ മൊത്തം ഈ ടോപ്പിക്ക് പോകുന്നത്. ഇനി നമുക്ക് രണ്ടാമത് പറയാനുള്ളത്, ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ കൺസെപ്റ്റ് എങ്ങനെ വന്നു, വൺ ഹെൽത്ത് എന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ്. അത് വളരെ മുൻപ് അതിനൊരു ചരിത്രമുണ്ട്. നമുക്ക് ഞാനിവിടെ കൊടുത്ത് 2004 അവിടെ ഒരു ടൈം ആയിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പൊരു ചരിത്രമുണ്ട്. പക്ഷേ എങ്കിൽ പോലും 2004, അതായത് 20 വർഷം മുമ്പ് വളരെ പ്രധാനപ്പെട്ടൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ന്യൂയോർക്കിൽ, മാൻഹട്ടനിൽ റോക്ക്ഫെല്ലർ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്നു. അതിൻ്റെ ഹോസ്റ്റ് ചെയ്യുന്നത് റോക്ക്ഫെല്ലർ യൂണിവേഴ്സിറ്റിയാണ്. അത് ഓർഗനൈസ് ചെയ്യുന്നത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്, വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സംഘടനയാണ്. അതിൽ കീ റെപ്രസെൻറ്റേറ്റീവ്സ് WHO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, അമേരിക്കയിലെ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോള്, മറ്റൊന്ന് അമേരിക്കയിലെ തന്നെ കൃഷി വകുപ്പ്, പിന്നെ ഈ വൈൽഡ് ലൈഫ് കൺസർവേഷൻ സൊസൈറ്റി. ഈ പ്രധാനപ്പെട്ട 4 അന്താരാഷ്ട്ര സംഘടനകളും പിന്നെ അനുബന്ധ സംഘടനകൾ പറയാൻ പ്രധാനപ്പെട്ടവരുടെ പേര് മാത്രമേ എഴുതുള്ളൂ. അന്നത്തെ ഈ പറഞ്ഞ മാൻഹട്ടൻ മീറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഒരു കൊളാബറേറ്റീവ് അപ്രോച്ച് ആവശ്യമാണെന്നുള്ളതാണ്. ഇനി ലോകത്ത് രോഗങ്ങളെ ചികിത്സിക്കണമെങ്കിൽ, രോഗങ്ങളെ മറികടക്കണമെങ്കിൽ ഒരു കൊളാബറേഷനാണ്, ഒരു ഇന്റർ ഡിസിപ്ലിനറി. ഞാൻ ആദ്യമേ പറഞ്ഞു, വൈദ്യശാസ്ത്രം മാത്രം പോരാ, ഇക്കോളജിയെയും നമ്മളുടെ സാമ്പത്തിക ശാസ്ത്രത്തെയും സാമൂഹ്യ ശാസ്ത്രത്തെയും ഒക്കെ കൂട്ടിയിണക്കുന്ന ഒരു പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കീ കൺസെപ്റ്റ്. മാത്രമല്ല, അവർ 12 തത്വങ്ങൾ, ഈ മാൻഹട്ടൻ പ്രിൻസിപ്പിൾസ് എന്ന പേരിൽ 12 തത്വങ്ങൾ അന്ന് ഇവർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി, എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു, ലോകത്ത് മൊത്തം രാജ്യങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു. വൺ ഹെൽത്ത് എന്ന് മാത്രമല്ല മാൻഹട്ടൻ പ്രിൻസിപ്പിൾ പറയുന്നത്, വൺ വേൾഡ് എന്ന് കൂടിയാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വൺ വേൾഡ് വൺ ഹെൽത്ത് എന്നാണ്. അത് നമുക്ക് അതിനെപ്പറ്റി ഞാൻ വിശദമായി ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് അതിലേക്ക് വരാം. കാരണം ലിങ്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. മാൻഹട്ടൻ പ്രിൻസിപ്പിൾസിലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇവിടെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതായത് ഹ്യൂമൻ, ഡൊമസ്റ്റിക് ആനിമൽ ആൻഡ് വൈൽഡ് ലൈഫ് ഹെൽത്ത്. മനുഷ്യൻ്റെ ആരോഗ്യവും നമ്മളുടെ വളർത്തുമൃഗങ്ങളുടെ ആരോഗ്യവും കാട്ടിലെ ജീവികളുടെ ആരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ അനിവാര്യമാണെന്നുള്ളതാണ്. രണ്ടാമത്തത്, വൈൽഡ് ലൈഫ് ഹെൽത്ത് സയൻസുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടാൽ മാത്രമേ നമുക്ക് മനുഷ്യൻ നേരിടുന്ന ഗ്ലോബൽ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുവാനും അതിനെ മനസ്സിലാക്കുവാനും അതിനെ മോണിറ്റർ ചെയ്യുവാനും അതിനെ കൺട്രോൾ ചെയ്യുവാനും അതിനെ ശമിപ്പിക്കുവാനും കഴിയുമെന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഈ മാൻഹട്ടൻ പ്രിൻസിപ്പിൾസിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത് അതിനകത്ത് പറയുന്നത്,
രോഗങ്ങളെ ജന്തുജന്യ രോഗങ്ങളെ നമുക്ക് ചെറുക്കണമെങ്കിൽ ഇന്റർനാഷണൽ ലൈവ് വൈൽഡ് ലൈഫ് ആൻഡ് ബുഷ് മീറ്റ് ട്രേഡ്, അതായത് ഒന്ന് വൈൽഡ് ലൈഫിനെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ചില അലങ്കാരങ്ങൾക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, പല കാര്യങ്ങൾക്ക് വേണ്ടിയും ധാരാളം വന്യജീവികളുടെ ട്രേഡ് നടക്കുന്നുണ്ട്. അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് അവർ കാട്ടിൽ നിന്നുള്ള ജീവികളെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ അത് വളരെ റെഡ്യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് രോഗബാധ ഉണ്ടാകുന്നതാണ് ഇത് പറയുന്നത്. കാരണം ഒന്നുകൂടെ പറഞ്ഞില്ല, ലാസ്റ്റ് നോക്കിയാൽ കാണാം, പുതിയ അണുക്കൾ, പുതിയ പതോജൻസിന്റെ ഹോസ്റ്റായിട്ട് നിൽക്കുന്നത് മിക്കവാറും വൈൽഡ് ലൈഫ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ വൈൽഡ് ലൈഫ് ഡിസ്ട്രക്ഷൻ ഉണ്ടായാൽ, അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ, ആ വൈൽഡ് ലൈഫും ഡൊമസ്റ്റിക് ആനിമൽസും തമ്മിലുള്ള ബന്ധം മൂലം വൈൽഡ് ലൈഫിൽ നിന്ന് മാരക അണുക്കൾ മനുഷ്യനിലേക്ക് ഡൊമസ്റ്റിക് ആനിമൽസ് വഴി പകരാം എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്, ബേസിക് ഐഡിയ അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾ. അതാണ് 2010 ആയപ്പോൾ WHO കൂടാതെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്ത്, ഈ 3 അന്താരാഷ്ട്ര സംഘടനകൾ വൺ ഹെൽത്ത് എന്ന ആശയത്തെ, മനുഷ്യന്റെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, വന്യജീവികളുടെ ആരോഗ്യം, ഇത് 3ഉം പ്രധാനമാണെന്ന് അംഗീകരിക്കുന്ന ഈ വൺ ഹെൽത്ത് അപ്രോച്ച് അവർ എൻഡോഴ്സ് ചെയ്യുകയാണ്, അംഗീകരിക്കുകയാണ്. അത് ലോകരാഷ്ട്രങ്ങളോട് മൊത്തം അവർ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അതിനുശേഷം നോക്കിയാൽ വൺ ഹെൽത്ത് കോൺഗ്രസ്, ഇന്റർനാഷണൽ കോൺഗ്രസ് നടക്കുന്നു, മെൽബണിൽ വെച്ച് നടക്കുന്നു 2011 നടക്കുന്നു. ഇപ്പോൾ 2022 ആയപ്പോൾ മിക്ക രാഷ്ട്രങ്ങളും ലോകാരോഗ്യ സംഘടന പറയുന്ന അല്ലെങ്കിൽ അനുബന്ധ സംഘടനകൾ പറയുന്ന ഈ വൺ ഹെൽത്ത് അപ്രോച്ച് അംഗീകരിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ നാഷണൽ വൺ ഹെൽത്ത് മിഷൻ ഇതനുസരിച്ച് രൂപീകരിച്ചിരിക്കുന്നു. ജൂലൈ 22-ാം തീയതി രൂപീകരിച്ചിരിക്കുന്നു. കേരളത്തിൽ നോക്കുക, 2023 നോട്ടിഫിക്കേഷനാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. കേരളം രൂപീകരിച്ച് ഇങ്ങനെയാണ്: സെന്റർ ഫോർ വൺ ഹെൽത്ത് എന്ന പേരിലാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്തിന്റെ അണ്ടറിലാണ് ഈ ഒരു മിഷൻ വരുന്നത്. മാത്രമല്ല, വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി വൺ ഹെൽത്ത് പ്രോഗ്രാം കേരളം ആരംഭിച്ചിരിക്കുന്നു. പൈലറ്റ് പ്രോഗ്രാമായിട്ട് പമ്പ ബേസിനിലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ഈ ജില്ലകളിൽ ഈ വൺ ഹെൽത്ത് പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നു. ഇനി ഞാൻ ഒന്നുകൂടെ മറ്റൊരു വിഷയത്തിലേക്ക്, ഇതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഇത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റ് ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഈ വെബ്സൈറ്റിൽ നമ്മൾ കാണുന്നത് നിപ എന്ന് പറയുന്ന ഈ പറഞ്ഞ വൈറസ് രോഗം കേരളത്തിൽ വന്നതിനെ പറ്റിയുള്ള റിപ്പോർട്ടാണ്. 2018 മെയ് 19 നിപ കേരളത്തിൽ ഉണ്ടായി എന്നും 17 പേര് ജൂൺ 18 2018 ജൂണോടുകൂടി മരിച്ചുവെന്നും 18 കേസ് കൺഫേം ചെയ്തുവെന്നാണ് ഈ പറയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഈ സൈറ്റിൽ പറയുന്നത്. മാത്രമല്ല, ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആ ചിത്രം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അതൊരു വന്യ ജീവിയുടെ എന്താണെന്ന് അറിയാലോ. നിപയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കറിയാലോ, അത് വവ്വാലിൻ്റെ ചിത്രം, വവ്വാൽ തൂങ്ങിക്കിടക്കുന്ന കാണാം. അപ്പോൾ ഇതാണ് വന്യജീവികളും ഈ പുതിയ രോഗങ്ങളും തമ്മിലുള്ള ബന്ധമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉറപ്പിക്കുന്നത്. അതായത് വന്യജീവികളിൽ നിന്നാണ്. നമുക്കറിയാലോ, കേരളത്തിൽ നിപ വന്നപ്പോൾ വവ്വാലുകളെ പിടിക്കാനും അതിൻ്റെ ടെസ്റ്റ് നടത്താനും ലബോറട്ടറിയിലേക്ക് അതിനെ അയക്കാനും ഒക്കെയുള്ള അയച്ചതുമൊക്കെയായിട്ടുള്ള ധാരാളം നമുക്കറിയാം. ഞാൻ അതുകൊണ്ട് അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇത് മറ്റൊരു സൈറ്റാണ്. ഇത് CNN എന്ന് പറയുന്ന ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു മീഡിയയാണ്, ഓൺലൈനാണ്. അതിൻ്റെ CNN ഓൺലൈൻ മീഡിയയാണ്. ആ മീഡിയയിൽ കോവിഡിനെ പറ്റി പറയുന്ന ഒരു റിപ്പോർട്ടാണിത്. കോവിഡിനെ പറ്റി പറയുന്ന റിപ്പോർട്ട് പറയുന്നത്, നോക്കുക, ചൈനയിലെ വുഹാൻ മാർക്കറ്റ്, അന്ന്
കോവിഡ് വന്നപ്പോൾ നമുക്ക് എല്ലാവരും പരിചയപ്പെട്ട പേരാണ് വുഹാൻ മാർക്കറ്റ്. വുഹാനിലെ വെറ്റ് മാർക്കറ്റ് എന്നാ പറയും. വെറ്റ് മാർക്കറ്റ് മീൻസ് ശരിക്കും പറഞ്ഞാൽ വെറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറച്ചികൾ, മാംസം വിൽക്കുന്ന, മത്സ്യമാംസം വിൽക്കുന്ന കട എന്നേ അർത്ഥമുള്ളൂ. അവിടെ വെറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അവിടെ പെരിഷബിൾ, പെട്ടെന്ന് നശിച്ചു പോകുന്ന അർത്ഥത്തിലാണ്. വെറ്റ് മാർക്കറ്റിൽ നോക്കുക, COVID-19 പാൻഡമിക്, അതായത് വുഹാൻ മാർക്കറ്റാണ്. അതായത് വുഹാൻ മാർക്കറ്റിന്റെ വേറെ പ്രത്യേകത, വെറ്റ് മാർക്കറ്റ് അല്ലാതെ അവിടെ വൈൽഡ് മീറ്റ് വിൽക്കുന്ന, വന്യജീവികൾ വിൽക്കുന്ന മാർക്കറ്റുണ്ട്. വന്യജീവികളെ വളർത്തി, ഇപ്പം മയില് അങ്ങനെയുള്ള ജീവികളെയൊക്കെ വളർത്തി അതിനെ വിൽക്കുന്ന ഒരു സമ്പ്രദായം. അത് രണ്ട് തരത്തിലാണ്. ഒന്ന് മെഡിസിനൽ പർപ്പസിനും, ചൈനീസ് മെഡിസിനിൽ ധാരാളമായിട്ട് വന്യജീവികൾ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത് ഈ പറഞ്ഞതുപോലെ ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, ആലങ്കാരികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല പ്രചരണം, നല്ല പ്രോത്സാഹനം ചൈനീസ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വന്യജീവികളിൽ നിന്നാകാം കോവിഡ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമായിട്ടുള്ള ഈ കൊറോണ വൈറസ് വരുന്നതെന്നാണ് ഇത് നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. ഇനി ഇത്രയും ഞാൻ ഒരു ചരിത്രം പറഞ്ഞാണ്. ഇനിയാണ് ഇതിൻ്റെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്താൻ പോകുന്നത്. അതായത് ഈ വൺ ഹെൽത്ത് ഗ്ലോബൽ മിഷൻ ആയി കഴിഞ്ഞു. ഗ്ലോബൽ മിഷൻ മീൻസ് അത് കേരളത്തിലുണ്ട്, ഇന്ത്യ ഗവൺമെൻറ് അത് നടപ്പിലാക്കിയിരിക്കുന്നു, ലോകത്തെ മറ്റു പല രാജ്യങ്ങളും നടപ്പിലാക്കിയിരുന്നു. ഇതൊരു ഗ്ലോബൽ മിഷനായി മാറിയിരിക്കുന്നു. ഇനി അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷനാണ് ഇവിടെ നടത്താൻ പോകുന്നത്. ഇത് കാണുമ്പോൾ ഇത് ഗാർഡിയൻ എന്ന പത്രമാണ്, വളരെ പ്രസിദ്ധമായ പത്രമാണ്. ആ പത്രത്തിന് 2 വർഷം മുമ്പ് എഴുതിയ ഒരു ലേഖനമാണ്, ആ പത്രത്തിൽ വന്നൊരു ലേഖനമാണ്. ആ ലേഖനത്തിൽ പറയുന്നത് ഫാക്ടറി ഫാംസ് ഓഫ് ഡിസീസ്, ഹൗ ഇൻഡസ്ട്രിയൽ ചിക്കൻ പ്രൊഡക്ഷൻ ഈസ് ബ്രീഡിങ് ദ നെക്സ്റ്റ് പാൻഡമിക് എന്നാണ് പറയുന്നത്. ഫാക്ടറി ഫാംസ് ഡിസീസ് ഉണ്ടാക്കുന്നു. ഫാക്ടറി ഫാംസ് എന്ന് പറഞ്ഞാൽ അതൊരു ടെക്നിക്കൽ ടേമാണ്. അത് ടെക്നിക്കൽ ടേം മീൻസ് അതൊരു മീഡിയാസ് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഫാക്ടറി ഫാംസ് ഉള്ളത്. ഫാക്ടറി അല്ല, ഫാമുകൾ ഫാക്ടറി പോലെ എന്നുള്ളതാണ്. ഇതാണ് ഫാക്ടറി ഫാമിൻ്റെ ഒരു ചിത്രം. ഇത് നമുക്ക് കാണുമ്പോൾ കാര്യം മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതൊരു ഫാക്ടറി ഫാമാണ്, പന്നികളെ വളർത്തുന്ന ഫാക്ടറി ഫാമാണ്. ഇത് മീറ്റിന് വേണ്ടി പശുക്കളെ വളർത്തുന്ന കോഴിയാണ്. ഇത് കണ്ടാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഇതാണ് ഫാക്ടറി ഫാം എന്ന് പറയുന്നത്. ഈ നേരത്തെ ഞാൻ കാണിച്ച ഗാർഡിയനിലെ ഈ ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ പറയുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പറയുന്നു ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ്, ആ വൈറസ് ഉണ്ടായിരിക്കുന്നത്, വളരെ ശക്തി പ്രാപിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ mass rearing of genetically identical animals that are selected for high feed conversion, emerging hyper virulent pathogen will rapidly spread within a flock or herd now. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് വന്യജീവികളിൽ നിന്നാണ് വൈറസ് ഉണ്ടാകുന്നത്, പുതിയ വൈറസ് ഉണ്ടാകുന്നത്. അതിന് നേരെ തിരിച്ചാണ് പറയുന്നത്. നേരെ തിരിച്ചു പറഞ്ഞാൽ ഈ ഫാക്ടറി ഫാമുകളാണ് ഈ തരം വീര്യമേറിയ മാരകമായ പാത്തോജൻസിനെ ഇപ്പോൾ സൃഷ്ടിക്കുന്നത് എന്ന് FOA പറയുക. UN അണ്ടറിലുള്ള FOA പറയുക. അതിന് താഴെ കൊടുത്തിരിക്കുന്ന നോക്കുക, ഏവിയൻ ഫ്ലൂ വന്നു, പക്ഷിപ്പനി വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് കാട്ടുതാറാവുകളിൽ നിന്നാണെന്നാണ്. കാട്ടുതാറാവുകളിൽ നിന്ന് വരുന്നത്. വൈൽഡ് ബേർഡ്സ് ആർ റൊട്ടീൻലി ബ്ലെയിംഡ് ബൈ ഗവൺമെന്റ്സ്. ഗവൺമെന്റുകൾ പറയുന്നത് കാട്ടുതാറാവുകളാണെന്നും ഇൻഡസ്ട്രി അത് തന്നെ പറയുന്നു. സ്പ്രെഡിങ് ഏവിയൻ ഫ്ലൂ, മൈഗ്രേറ്ററി റൂട്ട്സ്, അവർ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അതുവഴി അവരിങ്ങനെ പരത്തിക്കൊണ്ടു പോകുന്നതാണ്. പക്ഷേ എവിഡൻസ് പറയുന്നു ഇന്റൻസീവ് ഫാം മീൻസ് ഫാക്ടറി ഫാം ഇസ് എ പൊട്ടൻഷ്യൽ മിക്സിംഗ് പോട്ടാണ്. ഡെഡ്ലി വൈറസിനെ ഒരു മിക്സിംഗ് പോട്ടായിട്ട് ഈ ഫാക്ടറി ഫാംസ് മാറിയിരിക്കുന്നതാണ് FAO പറയുന്നത്. അടുത്ത് നോക്കാം.
റോബ് വാലസ് എന്ന് പറയുന്ന അമേരിക്കൻ വൈറോളജിസ്റ്റ് പറയുന്നു. ഇതേ ലേഖനത്തിലാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, മൈഗ്രേറ്ററി ബേഡ്സിനെ, വാട്ടർഫോൾ കാട്ടുതാറാവുകളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അതൊരു യുക്തിസഹമായൊരു കണ്ടെത്തലല്ല. ഇൻഡസ്ട്രിയൽ പോൾട്രി പ്രൊഡക്ഷൻ influences infiltration into industrial livestock and poultry is so complete that these farms now act at their own reservoirs. ഈ അണുക്കളുടെ റിസർവോയേഴ്സ് ആയിട്ട് മാറിയിരിക്കുന്നത് ഈ ഇൻഡസ്ട്രിയൽ പോൾട്രി പ്രൊഡക്ഷൻ ആണ്. റോബ് വാലസ് പറയുന്നു. അദ്ദേഹം ഒന്നുകൂടെ പറയുന്നു, the increased occurrence of viruses is closely linked to food production and the profitability of multinational corporations. അവരുമായി ബന്ധപ്പെട്ട് ഈ വലിയ കമ്പനികളാണ്. ലോകത്തെ മൊത്തം ചിക്കൻ്റെ ഉൽപാദനം നോക്കുകയാണെങ്കിൽ അവ മൊത്തം നിയന്ത്രിക്കുന്നത് വിരലെണ്ണാവുന്ന 4-5 കമ്പനികളാണ്. അതുപോലെ തന്നെ പിഗിൻ്റെ മീറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ചെറിയ കുറച്ചു മാത്രമുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ ബിഗ് ബിസിനസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇൻഡസ്ട്രിയൽ മോഡൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ. അറ്റ് പ്രസന്റ് ഫ്യൂ ഗവൺമെന്റ്സ് ആൻഡ് ഫ്യൂ സയന്റിസ്റ്റ് ആർ പ്രിപ്പയർഡ് ടു ഡു സോ, ക്വൈറ്റ് ദ കോൺട്രറി. ഗവൺമെന്റുകൾ യഥാർത്ഥത്തിൽ അവര് ഇത് മനസ്സിലാക്കുന്നില്ല. അവര് നേരെ എതിരാണ് പറയുന്നത്. അദ്ദേഹം ഇതിനെപ്പറ്റി, ഈ വിഷയത്തെപ്പറ്റി ഒരു പുസ്തകം തന്നെ 2016 എഴുതി. അതിൻ്റെ പേരാണ് ബിഗ് ഫാംസ് മേക്ക് ബിഗ് ഫ്ലൂ. ബിഗ് ഫാമുകളാണ് ഇത്രയും വലിയ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഡിസ്പാച്ചസ് ഓൺ ഇൻഫ്ലുവൻസ, അഗ്രി ബിസിനസ് ആൻഡ് ദ നേച്ചർ ഓഫ് സയൻസ്. ഇതേ ലേഖനത്തിൽ തന്നെ മറ്റൊരു ബയോളജിസ്റ്റ് സാം ഷെപ്പേർഡ് പറയുന്നു, ഓവർ യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ്, ഓവർ ക്രൗഡിങ് ആൻഡ് ദ ജനറ്റിക് സിമിലാരിറ്റി. ആന്റിബയോട്ടിക്സ് അമിതമായി ഉപയോഗിക്കുന്നു ഈ ജീവികളിൽ, പ്ലസ് ദേ ആർ ജനറ്റിക്കലി സിമിലർ. ഒരു ബ്രോയിലർ കോഴും മറ്റേ ബ്രോയിലർ കോഴും തമ്മിൽ ജനറ്റിക്കലി സിമിലർ എന്നാണ്. അതുകൊണ്ട് ഒന്നിന് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും പറ്റും. ഈ ഒരു സാഹചര്യം ഐഡിയൽ കണ്ടീഷൻ ഫോർ മെനി ബാക്ടീരിയാസ്, വൈറസ് ആൻഡ് അതർ പാത്തോജൻസ്. അവർ മെർജ് ചെയ്യുന്നു, അവർ മ്യൂട്ടേറ്റ് ചെയ്യുന്നു, അവർ സ്പ്രെഡ് ചെയ്യുന്നു, ജമ്പ് ഇൻ ടു ഹ്യൂമൻസ്, മനുഷ്യനിലേക്ക് പോകുന്നു. അതിൽ തന്നെ മറ്റൊരു എപ്പിഡെമോളജിസ്റ്റ് പറയുന്നു, അദ്ദേഹത്തിന്റെ പേര് മാരിയസ് ഗിൽബർട്ട് എന്നാണ്. മിക്ക വൈറസുകളും which circulate in wild birds are low danger. വൈൽഡ് ബേഡ്സിൽ അല്ലെങ്കിൽ വന്യജീവികളിൽ, പക്ഷികളാകട്ടെ എന്തോ ആട്ടെ, അപ്പോൾ വളരെ ലോ ഡേഞ്ചറാണ്. ആൻഡ് കോസ് ഓൺലി മൈൽഡ് എഫക്ട്സ്, വളരെ മൈൽഡ് എഫക്ട്സ് ആണ്. പക്ഷേ അവ പോൾട്രി സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫാക്ടറി ഫാമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അവ എവല്യൂഷണറി ചേഞ്ച് വരും, മ്യൂട്ടേഷൻ വന്ന് അവ നീ പറഞ്ഞ പോലെ വീര്യം കൂടിയ പാത്തോജൻസ് ആയിട്ട് മാറുന്നുള്ളതാണ്. അദ്ദേഹവും ഈ വിഷയം 2006 പറഞ്ഞു. അദ്ദേഹം 2006 ഒരു പുസ്തകം തന്നെ ഇതേപോലെ എഴുതി, മൈക്കൽ ഗ്രിഗർ. ആ പുസ്തകമാണ് ബേർഡ് ഫ്ലൂ, എ വൈറസ് ഓഫ് അവർ ഓൺ ഹാച്ചിങ്. നാം വിരിയിച്ചിറക്കുന്നതാണ്, നമ്മൾ വിരിയിച്ചിറക്കുന്നു. ഇത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ജേണലാണ്, AMA ജേണൽ ഓഫ് എത്തിക്സ് ആണ്. അതിൽ മെഡിക്കൽ വിദ്യാർത്ഥികളോട് വാട്ട് ഷുഡ് ഹെൽത്ത് പ്രൊഫഷൻ സ്റ്റുഡൻസ് നോ അബൌട്ട് ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറിനെയും രോഗങ്ങളെ പറ്റി നിങ്ങൾ എന്താണ് അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ്. അതിൽ പ്രസക്തമായ ഒരു ഭാഗം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഈ എങ്ങനെയാണ് സോണോറ്റിക് ഡിസീസ് ഉണ്ടാകുന്നത്?
നേരത്തെ പറഞ്ഞത് തന്നെ അവരും പറയുകയാണ്. അതായത് ഇൻഡസ്ട്രിയൽ ഫാമിംഗ് ആണ് ഈ ഇൻഫെക്ഷൻ ഡിസീസ് ഉണ്ടാക്കുന്നതിൻ്റെ മൂല കാരണം. കാരണം അവിടെ പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ട് അതിനകത്തുള്ളത് ഡൈവേഴ്സിറ്റി ഒട്ടുമില്ല. ഒരൊറ്റ ജനറ്റിക് ഗണത്തിൽപ്പെടുന്ന ജീവികളായിരിക്കും അത് പാത്തോജൻസ് സ്പിൽ ഓവർ ചെയ്യാൻ കാരണമാകുന്നു. പിന്നെ അതിൻ്റെ ഡെൻസിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റി ആയിരക്കണക്കിനായിരിക്കും, ചെറിയ ചെറിയ കൂടുകളിലായിരിക്കും. ജനറ്റിക് സിമിലാരിറ്റി എമംഗ് ലൈവ് സ്റ്റോക്ക് ക്യാൻ ഫെസിലിറ്റേറ്റ് പാത്തോജൻസ് ട്രാൻസ്മിഷൻ ആൻഡ് മ്യൂട്ടേഷൻ എന്നാണ്. രണ്ടാമത്തെ കാര്യം അതിനകത്ത് പറയുന്നത്, മെഡിക്കൽ സ്റ്റുഡൻസ് അറിയേണ്ട രണ്ടാമത്തെ കാര്യം പറയുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. നേരത്തെ വൈറൽ രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞത്. പുതിയ വൈറൽ രോഗങ്ങൾ, മാരക വൈറസ് രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ ബാക്ടീരിയകൾ ആന്റിബയോട്ടിക്കിനെ അതിജീവിക്കുന്നു. അതിൻ്റെ മെഡിക്കൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം പറയാം. ഓരോ വർഷവും 2.8 മില്യൺ ആന്റിബയോട്ടിക്കാണ് ഉപയോഗിക്കുന്നത് അമേരിക്കയിൽ മാത്രം. 2.8 മില്യൺ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ഇൻഫെക്ഷൻ, അത് ആന്റിബയോട്ടിക് കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത അസുഖം ഉണ്ടാകുന്നു. അത് കാരണം 35,000 മരണം ഉണ്ടാകുന്നു അമേരിക്കയിൽ മാത്രം. ഇനി എങ്ങനെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു? ഓവർ യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ്. അതാണ് രണ്ടാമത്. എവിടെയാണ് ആന്റിബയോട്ടിക്സ് ഓവർ യൂസ് ചെയ്യുന്നത്? എവിടെയാണ്? കോൺസെൻട്രേറ്റഡ് ആനിമൽ ഫീഡിംഗ് ഓപ്പറേഷൻ. നേരത്തെ പറഞ്ഞ ഫാക്ടറി ഫാമിന്റെ എന്താ പറയുക, കുറെ കൂടെ കൃത്യമായ പേരാണ് കോൺസെൻട്രേറ്റഡ് ആനിമൽ ഫീഡിംഗ് ഓപ്പറേഷൻ. ഒന്നിച്ച് ഒരു വലിയ ടെന്റിന് കീഴിൽ കൂടുകൾക്കകത്ത് ആനിമൽ ഫീഡിംഗ് ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷനാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം 80% ആന്റിബയോട്ടിക്കും അമേരിക്കയിൽ വിൽക്കുന്നതിൻ്റെ 80% ആന്റിബയോട്ടിക്കും കൊടുക്കുന്നത് മനുഷ്യർക്കല്ല, കന്നുകാലികൾക്കാണ്. അതിൽ 70% കൊടുക്കുന്ന ആന്റിബയോട്ടിക്കിൻ്റെ 70% മനുഷ്യർക്കും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ആന്റിബയോട്ടിക്കുകളെ റെസിസ്റ്റ് ചെയ്യുന്ന ബാക്ടീരിയ ആയിരിക്കും മനുഷ്യർക്കുള്ളത്. അതുകൊണ്ട് ഈ ആന്റിബയോട്ടിക് ഫലിക്കാതെ വന്നിരിക്കുന്നു. ഇനി എന്തിന് ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നു? ഡിസീസ് ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നു, ഡിസീസ് വരാതിരിക്കാൻ ഉപയോഗിക്കുന്നു, പ്ലസ് ഗ്രോത്തിന് ഉപയോഗിക്കുന്നു. പല ആന്റിബയോട്ടിക്കുകളും ശരീരം തടിക്കാൻ ഏറ്റവും നല്ലതാണ്. ഇതൊക്കെ മനുഷ്യനും പലപ്പോഴും ബാധകമാണ്. ആ വിഷയങ്ങളിലേക്ക് ഞാനിപ്പോൾ ഈ സമയത്ത് പോകുന്നില്ല. ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കേണ്ടത് കൊണ്ട് പോകുന്നില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ആന്റിബയോട്ടിക് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സിസേറിയനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് നന്നായി ഉപയോഗിക്കുന്ന സ്ത്രീകൾ തടിക്കുന്നുണ്ടോ? പഠനങ്ങൾ ധാരാളമുണ്ട്, ഞാനത് ഇപ്പോൾ പറയുന്നില്ല. ശരി, ഇനി ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, വൈറസുകൾ വളരെ വീര്യമുള്ളവരായി, കോടാനുകൂടി കരുത്തന്മാരായിട്ട് ഈ ആനിമൽ ഫാമുകളിൽ മാറുന്നെങ്കിൽ അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ളതാണ്. ഒരു പഠനമാണ് കേട്ടോ, ഇത് ഞാൻ കൊടുത്തിരിക്കുന്നത് പഠനമാണ്. ആ പഠനത്തിൽ പറയുന്നത് ആനിമൽ വാക്സിനേഷൻ ആൻഡ് എവല്യൂഷൻ ഓഫ് വൈറൽ പതോജൻസ്, എങ്ങനെ വാക്സിനേഷൻ വൈറൽ പതോജൻസിന് കാരണമാകുന്നു എന്നുള്ളതാണ് ആ പഠനം. ആ പഠനത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കുക. രോഗങ്ങളെ കുറയ്ക്കുന്നതിൽ വലിയ പങ്കുണ്ട് വാക്സിൻസിന്. പക്ഷേ നോക്കുക, സർക്കുലേഷൻ ഓഫ് വൈറൽ പാത്തോജൻസ് വിത്തിൻ വാക്സിൻ പോപ്പുലേഷൻ മേ ഫേവർ ഡെവലപ്മെന്റ് ഓഫ് വാക്സിൻ റെസിസ്റ്റൻസ്. വാക്സിൻ റെസിസ്റ്റൻസ് ഉള്ള പാത്തോജൻസിന് കാരണമായി മാറാം വാക്സിനേഷൻ. ഗുണങ്ങൾ ധാരാളമുണ്ട്, രോഗങ്ങളെ ചെറുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു പ്രശ്നത്തിനകത്തുണ്ട്. എവല്യൂഷൻ ഓഫ് വൈറസ് പാത്തോജനിസിറ്റി
ആൻഡ് ദ എമർജൻസ് ഓഫ് വേരിയന്റ് വൈറസസ്. അവിടെയും നേരത്തെ ബാക്ടീരിയയുടെ കാര്യം പറഞ്ഞതുപോലെ ആന്റിബയോട്ടിക്കുകൾ എങ്ങനെ ഈ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് മൈക്രോബ്സ് ആയി മാറുന്നു, അതുപോലെ വാക്സിനേഷൻ വൈറസുകളുടെ വീര്യം വർദ്ധിപ്പിക്കുകയും അവ കൂടുതൽ അപകടകാരികളായി മാറുന്നതിനും സാധ്യതയുണ്ടോ എന്നുള്ള പഠനമാണിത്. ഇനി ഇത് ഞാൻ കണ്ടെത്തി എടുത്താൽ എനിക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ടൊന്നും പറയാൻ അറിയാൻ പാടില്ല, പക്ഷെ നിങ്ങൾക്കത് തീർച്ചയായിട്ടും പറയാനും പറ്റും. ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഈ പിന്നെ വാക്സിൻ എങ്ങനെയെല്ലാം ഈ വൈറസുകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. വീര്യം കൂടിയ വൈറസുകൾ എറർ പ്രൂൺ ആപ്ലിക്കേഷൻ വഴി ഉണ്ടാകാം, അല്ലെങ്കിൽ റിവർഷൻ ടു വെർലൻസസ്, അതായത് വീക്ക് ആയിട്ടുള്ള വൈറസുകൾ പിന്നെ മാരകമായി മാറാം. റീകോമ്പിനേഷൻ വഴി വൈറസുകൾ ശക്തി പ്രാപിക്കാം. സെലക്ഷൻ പ്രഷർ വഴി, അതായത് ഈ അവയ്ക്കും അതിജീവിക്കണമല്ലോ, ആ തരത്തിൽ അത് മാറാം. അതുപോലെ വാക്സിൻ വൈറസ് മേ അണ്ടർഗോ മ്യൂട്ടേഷൻ ഡ്യൂറിങ് പാസേജിങ് ഇൻ സെൽ കൾച്ചർ, അങ്ങനെ അവ മ്യൂട്ടേഷൻ വഴി അവ മാറാം. വാക്സിൻ പ്രൊഡക്ഷൻ ക്യാൻ ബി കണ്ടാമിനേറ്റഡ് വിത്ത് അതർ വൈറസസ്, അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ തന്നെ കണ്ടാമിനേഷൻ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അടുത്തത് നോക്കാം. ഞാൻ ഇതുവരെ പറഞ്ഞു നിർത്തിയ വിഷയം ഒന്ന്, ഏകാരോഗ്യം എന്ന പേരില് ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഒരു ബോധം വന്യജീവികളിൽ നിന്ന് മാരകമായ അണുക്കൾ വരുന്നു എന്നുള്ളതാണ്. അത് കോവിഡിന്റെ കാര്യത്തിലായാലും, നിപയുടെ കാര്യത്തിലായാലും, സാർസിന്റെ കാര്യത്തിലായാലും, HIV കാര്യത്തിലായാലും, ഇബോളയുടെ കാര്യത്തിലായാലും, പക്ഷിപ്പനിയുടെ കാര്യത്തിലായാലും. എന്നാൽ അതിൻ്റെ ഒരു മറുവശം, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളാണ് ഇവിടെ മുമ്പോട്ട് വെച്ചത്. എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ളതാണ്. ഈ ഫാക്ടറി ഫാമിംഗ് ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രതി എന്നാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ചെറിയ സെൻസ് മതി, കോമൺ സെൻസ് മതി എന്നുള്ളതാണ്. ഫാക്ടറി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് എൻവയോൺമെന്റ് എന്നുള്ളതാണ്. ഒരു കോഴി അല്ലെങ്കിൽ ഒരു വളർത്തു മൃഗം അതിൻ്റെ സ്വാഭാവികമായ എല്ലാ പരിസ്ഥിതിയിൽ നിന്നും അടർത്തി മാറ്റി സിന്തറ്റിക് ആയ എൻവയോൺമെന്റിൽ ഇട്ടിരിക്കുകയാണ് അതിന്. മാത്രമല്ല അതിന് ജനറ്റിക് സിമിലാരിറ്റി ഉണ്ട്. മാത്രമല്ല അതിന് കൊടുത്തിരിക്കുന്നത് സിന്തറ്റിക് ഫീഡാണ്, കാലിത്തീറ്റയാണ് അല്ലെങ്കിൽ കോഴിത്തീറ്റയാണ്. നമുക്കൊരു കാട്ടുകോഴിയെ കാണാം, നമുക്കൊരു വീട്ടിൽ വളർത്തുന്ന നാടൻ കോഴിയെ കാണാം, നമുക്ക് അറ്റ് ലാസ്റ്റ് നമുക്ക് ഈ ഇൻറ്റൻസീവ് ഫാമിങ്ങിലെ, ഈ ഫാക്ടറി ഫാമിങ്ങിലെ ഈ ബ്രോയിലറിനെയും കാണാം. നമുക്ക് അതിൻ്റെ മൂന്നിൻ്റെയും ഭക്ഷണം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നാടൻ കോഴി എങ്ങനെയായിരുന്നു എന്നുള്ളത്, അതിൻ്റെ ഭക്ഷണം എന്തായിരുന്നു എന്നുള്ളത്. ഇത് നമ്മൾ ഫാക്ടറിയിൽ ഉണ്ടാക്കുകയാണ്. ഫാക്ടറിയിൽ തന്നെ അതിന് വേണ്ടിയുള്ള തീറ്റ ഉണ്ടാക്കുകയാണ്, കോഴിത്തീറ്റ നമ്മൾ ഉണ്ടാക്കുക. മറ്റേത് നമ്മൾ വീട്ടിൽ വളർത്തുന്നതിന് കോഴിത്തീറ്റ ഇല്ല എന്നുള്ളതാണ്. അത് നമ്മൾ കഴിക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങളോ അത് ഈ മുറ്റത്ത് നടന്നോ അതിന് കുത്തി തിന്നുന്നോ ഒക്കെ തിന്നും. അതിന് വൈൽഡായിട്ടുള്ള അതിൻ്റെ ഇഷ്ടങ്ങളും ഒപ്പം നമ്മളുടെ ഭക്ഷണവും കൂടെ ചേർന്ന ഒരു മിശ്രിത രൂപമാണ്. അപ്പോൾ അതിൻ്റെ എൻവയോൺമെൻറ്റ് അത്രമാത്രം പൊല്യൂട്ടഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് സിന്തറ്റിക് ഫീഡും ഈ ജനറ്റിക് സിമിലാരിറ്റിയും ഈ എൻവയോൺമെൻറ്റും കൂടെ ചേർന്നിട്ട്, അത് വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, ഞാൻ ചുരുക്കമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കത് അറിയാമോ, ആ ഒരു കാരണം ഉറക്കമില്ല അവയ്ക്ക്. ഉറക്കമില്ല എന്ന് പറയാൻ കാരണം രാത്രിയിൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ലൈറ്റ് ഇടും. ഉറക്കാതിരിക്കുന്നതിന് കാരണം ഉറങ്ങിയാൽ അവയുടെ തൂക്കം കുറയും. തൂക്കം കുറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഉറങ്ങിക്കഴിഞ്ഞാൽ അവ ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ 24 hours തുറന്നിരിക്കുന്ന പമ്പ് പോലെയാണ്. അത് എപ്പോഴും അവ തിന്നുകൊണ്ടിരിക്കണം. 24 മണിക്കൂർ തിന്നാലേ ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ അതിന് തൂക്കം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ഉറക്കമില്ല. ഉറങ്ങാതിരിക്കാൻ വേണ്ടി ലൈറ്റ് ഇടും. നമ്മൾ ലൈറ്റ് അടച്ചിട്ട് ഉറങ്ങാൻ കിടക്കുക. ലോ ഇമ്മ്യൂൺ സിസ്റ്റം, അതുകൊണ്ട് നമുക്ക് അറിയാലോ ഇമ്മ്യൂൺ സിസ്റ്റം ആകെ തകർന്നു പോകും. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ആകെ തകർന്നു കഴിഞ്ഞാൽ എപ്പോഴും അവർ രോഗബാധിതരായിരിക്കും.
അങ്ങനെ രോഗബാധിതരാണെങ്കിൽ അപ്പൊ അവർക്ക് അവിടെ തീറ്റയുടെ കൂടെ ആന്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും. അവർക്ക് ആഴ്സനിക് കലർന്ന മെഡിസിൻ കൊടുക്കേണ്ടി വരും. ആഴ്സനിക് കലർന്ന മെഡിസിൻ ചിലപ്പോൾ തീറ്റ തന്നെ കൊടുത്തുന്നിരിക്കും. വാക്സിനേഷൻ വേണം. മിക്കവാറും ഒരു ബ്രോയിലർ കോഴിയെ വളർത്തുമ്പോൾ 4 തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് വാക്സിനേഷൻ നമ്മൾ നടത്തേണ്ടി വരും. ഇതില്ലാതെ പറ്റില്ല. ഇതില്ലാതെ അതിജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴോ ആന്റിബയോട്ടിക്കും വാക്സിനേഷനും കമ്പൽസറി ആകുമ്പോഴോ, കമ്പൽസറി ആയാൽ മാത്രമേ അവയ്ക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ. അവയെ നമുക്ക് നമ്മുടെ തീന്മേശയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മാരകമായ പതോജൻസ് ആയിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ വീണ്ടും വാറാണ്. ഏതിനെതിരെ? മൈക്രോബ്സിനെതിരെ. ഏതുകൊണ്ട്? ആന്റിബയോട്ടിക്കും വാക്സിനേഷനും ഉപയോഗിച്ച് വീണ്ടും വാറ് നടത്തുക. വീണ്ടും വാറ് നടത്തുമ്പോൾ പവർഫുൾ വെപ്പൺസ് വേണം. നേരെ മുൻപുള്ളതിനേക്കാൾ വീര്യം കൂടിയതായിരിക്കണം പുതിയ ആന്റിബയോട്ടിക്കും പുതിയ വാക്സിനേഷൻ. ഈ മോർ പവർഫുൾ വെപ്പൺസിന് അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? അവർ മ്യൂട്ടേറ്റ് ചെയ്തിട്ട് മോസ്റ്റ് പവർഫുൾ മൈക്രോബ്സ് ആയി മാറും. കാരണം നമ്മൾ ഭൂമുഖത്ത് വന്നിട്ട് എത്ര കാലമായി? അതിനേക്കാൾ എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് അവ ഇവിടെയുണ്ട്. അവ 1 മണിക്കൂർ കൊണ്ട് അവർക്ക് മ്യൂട്ടേറ്റ് ചെയ്യാൻ പറ്റും. 1 മാസം കൊണ്ട് മ്യൂട്ടേഷൻ വന്നതിന് ഒരു പുതിയ ജനുസായിട്ട് മാറാൻ പറ്റും. 1 വർഷം കൊണ്ട് അവ അതിവീര്യമുള്ളതായിട്ട് ലോകത്ത് മൊത്തം കറങ്ങാൻ പറ്റും. അപ്പൊ നമ്മൾ കാണുന്നത് ഈ മൾട്ടിനാഷണൽ ഫാമിംഗ് ഇൻഡസ്ട്രിയും മൾട്ടിനാഷണൽ മെഡിക്കൽ ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു ലിങ്കാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 80% ആന്റിബയോട്ടിക് ഉൽപ്പാദിപ്പിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയല്ല, മൃഗങ്ങൾക്ക് വേണ്ടിയാണ്. ഉണ്ടാക്കുന്ന വാക്സിൻ്റെ നോക്കുക, ഒരു 10,000 കോഴികൾക്ക് 4 ടൈപ്പ് വാക്സിൻ ഒരു 45 ദിവസത്തിനുള്ളിൽ കൊടുക്കുമ്പോൾ ഏത് ഇൻഡസ്ട്രിയുടെ വാക്സിൻ അവിടെ മനുഷ്യർക്കല്ല കൂടുതൽ ചിലവാകുന്നത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ലേ? അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇക്കോണമിയും ഇക്കോളജിയും തമ്മിലുള്ള സംഘർഷമാണ്. നമുക്കതിനെ ചുരുക്കി വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഇക്കോണമി വേണോ ഇക്കോളജി വേണോ എന്നാണ് ചോദ്യം. ഇക്കോണമി മീൻസ് ഫാക്ടറി ഫാമിംഗ് ഒരു ഇക്കോണമിയാണ്, ഒരു വലിയ സമ്പദ്ഘടനയാണ്. ബഹിരാഷ്ട്ര ധാരാളം അതിൻ്റെ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നവർ നോക്കുക, തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നവർ, അതിൻ്റെ കൂട് ഉൽപ്പാദിപ്പിക്കുന്നവർ, അതിൻ്റെ വാക്സിനേഷൻ ഉൽപ്പാദിപ്പിക്കുന്നവർ, ആന്റിബയോട്ടിക് ഉൽപ്പാദിപ്പിക്കുന്നവർ, അതിൻ്റെ മാംസത്തിൻ്റെ കച്ചവടം നമ്മുടെ വീട്ടിലേക്ക് തീന്മേശ വരെ എത്തുന്നവരെയുള്ള ഒരു പ്രോസസ്സ് നോക്കുക. അപ്പോൾ അത് വലിയ ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ സമ്പദ്ഘടനയാണ്. ഈ സമ്പദ്ഘടന വേണോ കോഴികളുടെ അല്ലെങ്കിൽ ഈ വളർത്തുമൃഗങ്ങളുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ വേണം? വളർത്തുമൃഗങ്ങൾക്ക് ഏതായാലും വന്യമായ ആവാസ വ്യവസ്ഥ ഉണ്ടാകില്ല. കാരണം വന്യമായ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തു വന്ന നമ്മളാണ് ഈ ഫാമിംഗ് തുടങ്ങിയത്. കൃഷിയുടെ ഒപ്പം ഈ കന്നുകാലി വളർത്തൽ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ കന്നുകാലി വളർത്തി തുടങ്ങുമ്പോൾ കാട്ടിലെ പോത്തല്ല മനുഷ്യൻ വളർത്തുന്ന പോത്ത്. അപ്പം മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ഈ നമ്മുടെ വളർത്തുമൃഗങ്ങൾ. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന നോക്കുക, അഗ്രോ ഇക്കോളജി. അതാണ് അഗ്രോ ഇക്കോളജിയാണ്. ഇക്കോളജി എന്ന് പറയുന്നത് വന്യമാണെങ്കിൽ, അഗ്രോ ഇക്കോളജി കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത മറ്റൊരു ഇക്കോളജിയാണ്. ആ ഇക്കോളജിയുടെ ഭാഗമാണ് ഈ കോഴിയും പൂച്ചയും ഈ താറാവും ഈ പറയുന്ന കന്നുകാലികളെല്ലാം തന്നെ. അത് അഗ്രോ ഇക്കോളജിയാണ്. മനുഷ്യൻ നിർമ്മിച്ചെടുത്ത ഒരു സമാന്തര ഇക്കോളജിയാണ്. ഇറ്റ്സ് എ പാരലൽ ഇക്കോളജി ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ ഈ COVID-19 പാൻഡമിക്കിൽ നിന്ന് പഠിക്കുന്നത്? എന്താണ് നമ്മൾ പഠിക്കുന്നത്? വാട്ട് ലെസൺസ് നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചത് ഇതാണ്, ഈ പ്രിൻസിപ്പിളാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? വൺ വേൾഡ്. ലോകം ഒന്നാണ്. കാരണം ചൈനയിൽ അസുഖം ഉണ്ടായാൽ അടുത്ത ദിവസം ചൈനയിൽ നിന്ന് വരുന്ന കുട്ടി തൃശ്ശൂർ വരുമ്പോൾ തൃശ്ശൂർ കോവിഡ് ഉണ്ടായി. തൃശ്ശൂർ പിന്നെ കോവിഡ് ഉണ്ടായി, പിന്നെ എല്ലായിടത്തും കോവിഡ്. അപ്പോൾ വൺ വേൾഡ് ആണ്. അപ്പോൾ വൺ വേൾഡ് ആണെങ്കിലോ വൺ ഹെൽത്ത് ആണ്. എന്ന് പറഞ്ഞാൽ ചൈനയിൽ കൊടുക്കുന്ന മെഡിസിൻ തന്നെ
ഇവിടെയും കൊടുക്കണം. അമേരിക്ക കൊടുക്കുന്ന മെഡിസിൻ തന്നെ അതേ ആരോഗ്യ പരിചരണം ഇവിടെ വേണം, അതേ മെഡിസിനും വേണം എന്നുള്ളതാണ്. അപ്പോൾ വൺ വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ഒന്നാണ്. കോവിഡ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ലോകം മൊത്തം ഒന്നാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് കോവിഡ് വന്നപ്പോഴാണ്. വൺ ഹെൽത്ത് ആണെന്ന് മനസ്സിലായി. കാരണം എവിടെ എന്ത് നടപടിക്രമങ്ങളുണ്ടോ അതേ നടപടിക്രമങ്ങളാണ് അവിടെ ഇവിടെയും പാലിക്കുന്നത്. വൺ മെഡിസിൻ ആണ്. വൺ മെഡിസിൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ഹോമിയോപ്പതിക്കാരെ ചികിത്സിച്ചിട്ട് അംഗീകരിച്ചു, ആയുർവേദക്കാരെ ചികിത്സിച്ചിട്ട് അംഗീകരിച്ചു ഇല്ല. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? വൺ മെഡിസിൻ എന്നാണ്. വൺ മെഡിസിൻ ഇവർ പറയുന്നതിന്റെ അർത്ഥം ഈ പറഞ്ഞ പോലെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരേ മരുന്നെന്നാണ്. യഥാർത്ഥത്തിൽ അതിന്റെ റിയാലിറ്റി അതല്ല. റിയാലിറ്റി ലോകം മൊത്തം ഒറ്റ മരുന്നേ പാടുള്ളൂ എന്നുള്ളതാണ്, ഒറ്റ ചികിത്സയെ പാടുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഞാൻ റിയാലിറ്റി ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. വെസ്റ്റേൺ വേൾഡ്, വൺ വേൾഡ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ വേൾഡ് എന്നാണ് അർത്ഥം. വെസ്റ്റേൺ വേൾഡ് എന്ത് ചെയ്യുന്നു അത് നിങ്ങൾ ചെയ്യുക എന്നാണ്. ഇനി വൺ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇക്കോണമീസ് ഹെൽത്ത് ആണ്. വാട്ട് ഈസ് പ്രിഫറബിൾ എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ആരോഗ്യത്തെക്കാൾ പ്രധാനം ഇക്കോണമിയുടെ ഹെൽത്താണ് എന്ന് പറഞ്ഞാൽ വന്യജീവികളിൽ പഴിചാരിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവരെ ആരെ സംരക്ഷിക്കും? ഈ ബിഗ് ഇൻഡസ്ട്രിയെ, ഈ ഇന്റൻസീവ് ആനിമൽ ഫാമിങ്ങിനെ നമ്മൾ സംരക്ഷിക്കും. അവയാണ് ഇതിന്റെ കേന്ദ്രങ്ങൾ. സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ നിന്ന്, നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന്, നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് നമ്മൾ മൊത്തം മാറിയൊരു അന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ രോഗിയാകും. സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ്, അതായത് ഇക്കോണമിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇക്കോണമി എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉപകരിക്കുന്ന ഇക്കോണമി നടത്തിലല്ല, അത് അതിൻ്റെ ഈ ലാഭത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നാണ്. ഇനി വൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അറിയാവോ? ബിഗ് ഫാർമ എന്നേ അർത്ഥമുള്ളൂ. ബിഗ് ഫാർമ എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. സാറേ നമുക്കിനി സമയമായോ? നമുക്കിനി 5 മിനിറ്റൂടെ 6 മിനിറ്റൂടെ വേഗം അവസാനിപ്പിക്കാം. ഇതിലിപ്പോ നമ്മൾ നോക്കുക, ഇതിലിപ്പോ കോവിഡ് സമയത്ത് നമ്മളിത് കണ്ടതാണ്. ഈ വൺ ഹെൽത്തിന്റെ ഒരു പ്രയോഗം നമ്മൾ കണ്ടതാണ്. കാണാൻ പറ്റും നമുക്ക്. അതായത് അതിൽ പറയുന്നത്, ഈ പറയുന്ന ഒന്ന് ഇന്റഗ്രേറ്റഡ് സർവൈലൻസ് ആണ്. ഈ വൺ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിരീക്ഷണങ്ങളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ആ ഇൻഫ്രാസ്ട്രക്ചർ. രണ്ടാമത്തത് കൊളാബറേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. പോലീസും ഭരണ സംവിധാനങ്ങളും എല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ഹോട്ട്സ്പോട്ട് കണ്ടെത്തി റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എവിടെയാണ് ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക, മാർക്കറ്റ് ആണെങ്കിൽ, ആനിമൽ മാർക്കറ്റ് ആണെങ്കിൽ ആനിമൽ മാർക്കറ്റ് അങ്ങ് അടച്ചു പൂട്ടുക. നാലാമത്തത് ഇക്വിറ്റബിൾ സൊല്യൂഷൻ ആണ്. ഈ പേരൊക്കെ രസകരമാണ്. ഇക്വിറ്റബിൾ, നീതിപൂർവമായ സൊല്യൂഷൻ കണ്ടെത്തുക എന്നാണ്. നീതിപൂർവകമായ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വാക്സിൻ എല്ലാവർക്കും സൗജന്യമായി കൊടുക്കുക എന്നാണ്. ഈ അനാലിസിസ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒന്ന്, ഞാൻ മൈക്കിൾ ഗ്രിഗറിന്റെ അദ്ദേഹത്തിന്റെ വാക്യം കടമെടുക്കുകയാണ്. 3 ഘട്ടങ്ങൾ നമുക്ക് മനുഷ്യന്റെ രോഗചരിത്രത്തിൽ കാണാൻ പറ്റും. ഒന്നാം ഘട്ടം അഗ്രികൾച്ചറാണ്, രണ്ടാം ഘട്ടം ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ്, മൂന്നാം ഘട്ടം നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഇന്റൻസിഫിക്കേഷൻ ആയിട്ടുള്ള ഈ ആനിമൽ ഫാമിംഗ് ആണ്. ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് മൃഗങ്ങളുമായി ചേരുമ്പോൾ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ അവസ്ഥയിൽ നമുക്ക് മലിനീകരണം മൂലം അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ കൂടുതൽ നോക്കുക, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുമ്പോഴാണ് ഈ ടോക്സിക് പൊല്യൂഷൻ ഉണ്ടാകുന്നത്. വെള്ളം എല്ലാം മലിനമാകുന്നു. നമ്മുടെ ഫുഡ്, നമ്മൾ ശർക്കരയിൽ നിന്ന് പഞ്ചസാരയിലേക്ക് പോകുന്നു, നമ്മൾ തവിടുള്ള അരിയിൽ നിന്ന് വെളുത്തരിയിലേക്ക് പോകുന്നു. അതുമൂലമുള്ള പ്രശ്നങ്ങൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇനി പുതിയ അഗ്രികൾച്ചർ ഇന്റൻസിഫിക്കേഷൻ നോക്കുക, ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഹൈബ്രിഡ് വെറൈറ്റി പ്രതിരോധം കുറവാണെന്നാണ്. ഹൈബ്രിഡ് വെറൈറ്റി പെട്ടെന്ന് നമുക്ക് ഫലം തരും തൽക്കാലം, പക്ഷെ അത് പ്രതിരോധം കുറവാണ്. അത് പെട്ടെന്ന് രോഗത്തിന് കാരണമാകും. അതുകൊണ്ട് അടുത്ത വെറൈറ്റി വേഗം ഇറക്കും, പുതിയ ജനുസിനെ വേഗം ഇറക്കും. ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടെങ്കിലോ
ആന്റിബയോട്ടിക്കും വാക്സിനും പെസ്റ്റിസൈഡും കൂടെ കൊണ്ടു നടക്കണം. കാരണം കൂടുതൽ കീടങ്ങൾ അതിനെ ആക്രമിക്കുന്നുള്ളതാണ്. എന്ന് പറയാൻ്റെ അർത്ഥം ഭക്ഷണത്തിന്റെ ഡൈവേഴ്സിറ്റി പോയെന്നുള്ളതാണ്. അതായത് അഗ്രികൾച്ചർ ഇന്റൻസിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ പലതരം ധാന്യങ്ങൾ കഴിച്ചിരുന്നു, ചെറുധാന്യങ്ങൾ ധാരാളം കഴിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ലോകത്തിന്റെ ധാന്യം എന്ന് പറഞ്ഞാൽ ഗോതമ്പോ അരിയോ ചോളമോ മാത്രമാണ്. ഡൈവേഴ്സിറ്റി പോയി. ഫുഡ് ഡൈവേഴ്സിറ്റി പോവാന്ന് പറഞ്ഞാൽ നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയ ഡൈവേഴ്സിറ്റി പോവാന്ന് അർത്ഥം. കാരണം ഗട്ട് ബാക്ടീരിയയുടെ ഡൈവേഴ്സിറ്റിയാണ് മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ നിർണായകമായ വശം. അപ്പോൾ ഭക്ഷണത്തിന് ഡൈവേഴ്സിറ്റി പോയാൽ ഗട്ട് ഡൈവേഴ്സിറ്റി പോയി, ഗട്ട് ബാക്ടീരിയ ഡൈവേഴ്സിറ്റി പോയി, ഗട്ട് ബാക്ടീരിയ ഡൈവേഴ്സിറ്റി പോയാൽ മനുഷ്യന്റെ ഉറക്കവും പോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു വൺ ഹെൽത്ത് കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാനുള്ളത്. അതൊന്ന് ഈ ഇന്റൻസീവായുള്ള ആനിമൽ ഹസ്ബൻഡറിയെ നിന്ന് മാറുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ മാരകമായ രോഗബാധകളെ ചെറുക്കണമെങ്കിൽ നമുക്കതാണ് വഴി. അതിനു പകരം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോക്ക് കെയർ വേണം. ആനിമൽ ഹസ്ബൻഡറി അല്ല, ആ പ്രയോജനം നോക്കുക, ആനിമൽ ഹസ്ബൻഡറി അല്ല, പകരം ലൈഫ് സ്റ്റോക്ക് കെയർ ആണ് വേണ്ടത്. മറ്റൊന്ന് ഡൈവേഴ്സിറ്റി കീപ്പ് ചെയ്യണം. ഇക്കോളജി ഡൈവേഴ്സിറ്റി വേണം, സ്പീഷീസ് ഡൈവേഴ്സിറ്റി വേണം, ജെനിക് ഡൈവേഴ്സിറ്റി വേണം, ഫങ്ഷണൽ ഡൈവേഴ്സിറ്റിയും വേണം. അതായത് ഇതൊക്കെ ഫങ്ഷൻ ചെയ്യുന്നതിൻ്റെ ഒരു വൈവിധ്യം കൂടെ വേണം. മാത്രമല്ല അത് സാധ്യമാകണമെങ്കിൽ നമുക്ക് അഗ്രോ ഇക്കോളജി വേണം. അഗ്രോ ഇക്കോളജി എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫാമിംഗ് വേണം എന്നുള്ളതാണ്. പ്ലസ് ഇന്റഗ്രേറ്റീവ് മെഡിസിൻ വേണം. വൺ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മെഡിസിൻ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പല ചികിത്സാ സംവിധാനങ്ങളെയും ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇന്റഗ്രേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പോലും 1950-കൾക്ക് മുമ്പ്, ഒന്നുകൂടെ തറപ്പിച്ചു പറഞ്ഞാൽ 1925 മുമ്പ് ഹോമിയോപ്പതി പോലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ വളരെ ശക്തമായി. 1910 ഫ്ലെക്സ്നർ റിപ്പോർട്ടാണ് ഹോമിയോപ്പതി ചികിത്സകരെയും അതുപോലുള്ള മറ്റ് ചികിത്സകരെയും അവിടെ ഇല്ലാതാക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ച് ആ റിപ്പോർട്ട് ഗവൺമെന്റ് അംഗീകരിക്കുകയും അപ്പോൾ മുതലാണ് സയന്റിഫിക് ആയിരിക്കണം, എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം എന്നുള്ള സിദ്ധാന്തം. ഞാനത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു ലേഖനമാണ് കൊടുത്തിരിക്കുന്നത് അവിടെ. ഇതിനെപ്പറ്റി പുസ്തകമുണ്ട്, ജെയിംസ് ഗോർഡൻ ബറോ എഴുതിയ പുസ്തകമുണ്ട്, ഓർഗനൈസ്ഡ് മെഡിസിൻ ഇൻ ദ പ്രോഗ്രസീവ് ഇറ എന്ന് പറഞ്ഞാൽ മോഡേൺ മെഡിസിൻ ഉയർന്നു വന്നപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ദ മൂവ് ടുവേർഡ് മൊണോപ്പൊളി എന്നാണ്. അലോപ്പതിയുടെ ആധിപത്യത്തിലേക്ക് എങ്ങനെ അമേരിക്ക യഥാർത്ഥത്തിൽ അമേരിക്കയായിരുന്നു ഏറ്റവും വൈവിധ്യമുള്ള ചികിത്സകളുടെയും ഇന്റഗ്രേറ്റീവ് മെഡിസിന്റെയും സെന്റർ. അതിൽ നിന്ന് അമേരിക്ക എങ്ങനെ അലോപ്പതിയുടെ ഒരു മൊണോപ്പൊളിയായി മാറിയെന്നാണ് ഹിസ്റ്ററി. അപ്പൊ നമുക്ക് വേണ്ടത് സസ്റ്റൈനബിൾ ലിവിങ് ആണെങ്കിൽ സസ്റ്റൈനബിൾ മെഡിസിൻ ആണ്. സസ്റ്റൈനബിൾ മെഡിസിന്റെ ഒന്നാമത്തെ പ്രത്യേകത നോൺ വയലന്റ് ആയിരിക്കുന്നുള്ളതാണ്. ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, വാക്സിനും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. വാക്സിനും ആന്റിബയോട്ടിക്കും ഒക്കെ നമുക്ക് അറ്റ കൈക്ക് ഉപയോഗിക്കേണ്ടവയാണെന്നുള്ളതാണ്. നമുക്ക് ചില സമയങ്ങളിൽ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹിംസ ചെയ്യേണ്ടി വരും. പക്ഷെ ഹിംസ ഒരു ജീവിതവ്രതമാക്കരുത് എന്നുള്ളതാണ്. അതാണ് നോൺ വയലന്റ് എന്ന് പറയുന്നത്. നോൺ വയലന്റ് ആയിരിക്കുക, നോട്ട് എക്സ്പെൻസീവ് ആയിരിക്കുക. സസ്റ്റൈനബിൾ ആണെങ്കിൽ എല്ലാവർക്കും അത് സ്വീകരിക്കാൻ പറ്റണം, നോട്ട് എക്സ്പെൻസീവ് ആകരുത് അത്. മറ്റൊന്ന് റീഇൻഫോഴ്സ് ഇമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി റീഇൻഫോഴ്സ് ചെയ്യണം. മറ്റൊന്ന് മനുഷ്യർക്കും പക്ഷികൾക്കും സസ്യങ്ങൾക്കും മറ്റ് വൈൽഡ് ലൈഫിനും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം ഈ ചികിത്സ. നോൺ വയലന്റ് ഉപയോഗിക്കാൻ പറ്റണം. മറ്റൊന്ന് ഡെമോക്രാറ്റിക് ആയിരിക്കണം. ഒരു ചികിത്സയെ മറ്റൊരു ചികിത്സ തള്ളി പറയാൻ പാടില്ല. അതാണ് ഡെമോക്രാറ്റിക് ആകുക എന്ന് പറഞ്ഞാൽ. പ്ലസ് എൻറിച്ച് ബോത്ത് ദ ഇക്കോണമി ആൻഡ് ദി ഇക്കോളജി. ഇക്കോളജിയെയും ഇക്കോണമിയെയും എൻറിച്ച് ചെയ്യണം, രണ്ടിനെയും എൻറിച്ച് ചെയ്യണം. ഇപ്പൊ അതല്ല, ഇക്കോളജിയുടെ ചെലവിലാണ് ഇക്കോണമി. ഇക്കോളജിയെ പറ്റിച്ചാണ് ഇക്കോണമി വളരുന്നത്. അത് പാടില്ല. അതാണ് എൻറിച്ച് ബോത്ത് ഇക്കോണമി ആൻഡ് ദ ഇക്കോളജി എന്ന് പറയുന്നത്.
ലാസ്റ്റ് നോക്കുക. ഹോമിയോപ്പതിക്ക് ഇതിന്റെ ഒരു വലിയ സ്കോപ്പാണുള്ളത്. എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ നോൺ വയലന്റ് ആണ്. അത് ഈ പറഞ്ഞ പോലെ ഹൈലി എക്സ്പെൻസീവ് അല്ല. അത് ഇമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ വൈറ്റൽ ഫോഴ്സ് എന്ന് ഈ പറയുന്ന ഈ ഒരു ജീവശക്തിയെ ശക്തിപ്പെടുത്തുക എന്നുള്ള എൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിളാണ് തർക്കത്തിന്റെ വിഷയവും. ഏതായാലും ഹോമിയോപ്പതി ക്യാൻ ബിൽഡ് എ സ്ട്രോങ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്കോണമി ആൻഡ് ഇക്കോളജി. അതാണ് ഹോമിയോപ്പതിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. പക്ഷെ ആ ഫ്യൂച്ചർ അത്ര എളുപ്പമല്ല വെട്ടിത്തെളിയാൻ. കാരണം അത്ര ശക്തമാണ് ഈ ഒരു ആധിപത്യം എന്നുള്ളത്. കോർപ്പറേറ്റ് ബിഗ് ഫാർമ ഡൊമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നന്ദി സാറേ. വളരെ സത്യമായ കാര്യങ്ങൾ സാറിൽ കൂടെ കേൾക്കാൻ കഴിഞ്ഞതില് വളരെ സന്തോഷമുണ്ട്. ഈ കാര്യങ്ങൾ നമ്മുടെ ഈ ഫോറത്തില് സ്ഥിരമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത് ഹോമിയോപ്പത്ത് അല്ലാത്ത ഒരു പരിസ്ഥിതി സാറിൽ നിന്ന് ഇത് കേൾക്കാൻ ഇടയായതിലോ ഇതിന്റെ വാസ്തവം എന്തെന്ന് വ്യക്തമായിരിക്കുകയാണ്. സാറ് നല്ലൊരു ക്ലാസ് ആണ് ഇന്ന് നമുക്ക് എടുത്തു തന്നത്. ഇന്ന് നമുക്ക് അല്പസമയം മുന്നോട്ടായി പോയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് നല്ല രീതിയിലാണ് സാർ അത് നമുക്ക് വിവരിച്ച് തന്നത്. അത് കംപ്ലീറ്റ് ചെയ്യാതെ നിർത്തിയാലും ശരിയാകത്തില്ല. അങ്ങനെ നല്ലൊരു ക്ലാസ് നമുക്ക് ലഭിച്ചു. ധനേഷ് ഡോക്ടർ സാറിന് നന്ദി പറയണം. ഇന്നിട്ട് നമുക്ക് ഡിസ്കഷന് സമയമില്ല. വീണ്ടും നമുക്ക് പ്രവീൺ ഡോക്ടർ ഉണ്ട്. നമുക്ക് ഇതിന്റെ ഒരു രണ്ടാം ഭാഗം സാറിനെ കൊണ്ട് ചെയ്യിക്കാം. എന്തായാലും പ്രവീൺ ഡോക്ടർ വിളിക്കാം. പ്രവീൺ ഡോക്ടർ നന്ദി പറയണേ സാറിന്. പ്രവീൺ ഡോക്ടറിനെ കോഹോസ്റ്റ് ആണല്ലോ അല്ലേ? മ്യൂട്ടാണ്. യെസ്. വളരെ നന്ദിയുണ്ട്. കാരണം ഹോമിയോപ്പതി വിഷയങ്ങൾ മറ്റൊരാളിൽ നിന്ന് കേൾക്കുമ്പോൾ, ലോകം ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മറ്റൊരാളിൽ നിന്ന് കേൾക്കുമ്പോൾ, സൊല്യൂഷൻ നമ്മുടെ അടുത്താണ് എന്ന് അറിയുമ്പോൾ ഹോമിയോപ്പതി ഡോക്ടർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലം വരും എന്ന് ആശയോടുകൂടി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സാറ് വളരെ ഡെപ്തിൽ തന്നെ ഈ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഏകാരോഗ്യം എന്നുള്ള സബ്ജക്റ്റ് ഞാൻ IFPS മുന്നിൽ വയ്ക്കുമ്പോൾ ഉള്ള ഉദ്ദേശവും. കാരണം വ്യത്യസ്ത ആംഗിളിൽ നിന്ന് ഒരു വിഷയത്തെ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും നമ്മൾ നമ്മുടേതായ കരുത്ത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കുകയും ചെയ്യുക എന്ന ലോകത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അത് ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. വരും തലമുറയ്ക്ക് ഞാൻ വീണ്ടും പഴയ സെന്റൻസ് വീണ്ടും ഒരിക്കലും ആവർത്തിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമുക്ക് ഗുണകരമായിരിക്കണം, ഒരു സമസ്ത ജീവികൾക്കും പ്രയോജനം ഉണ്ടായിരിക്കണം, വരും തലമുറയ്ക്ക് മെച്ചമുണ്ടായിരിക്കണം. ഇത് മൂന്നും ചേരുന്നതാണ് മികച്ച ആരോഗ്യത്തിലേക്കുള്ള പടികൾ. അതിന് വഴിയൊരുക്കുന്ന ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അതുപോലെ തന്നെ സാറിന് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പ്രവീൺ ഡോക്ടർ. സത്യം പറഞ്ഞ സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ അത്രയ്ക്കൊരു നമുക്ക് രോമാഞ്ചം കൊള്ളുന്ന പോലെ ഒരു അവസ്ഥയായി പോയി. കാരണം ഹോമിയോപ്പതിയുടെ ആ സാധ്യതകൾ ഇന്ന് നമുക്ക് ലോകത്തിൽ നടക്കുന്ന വൺ വേൾഡും വൺ ഹെൽത്തും ഇതൊക്കെ സത്യത്തില് വന്നു കഴിഞ്ഞാല് വരാൻ പോകുന്ന നാശങ്ങൾ ഇതെല്ലാം സാറിൽ നിന്ന് തന്നെ അറിയാൻ ഒപ്പം ഈ പുസ്തകം കൂടി വായിക്കണം. ഇപ്പൊ കേരളത്തിൽ വിപുലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണത്, ഹെൽത്ത് ഫോർ ആൾ. എഴുതിയിരിക്കുന്ന ജനകീയ ആരോഗ്യ പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്, ന്യൂറോ സർജനാണ്. ഇത് ഹോമിയോ ഡോക്ടർമാർ വായിക്കണം. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യേണ്ട പുസ്തകമാണത്. ധനേഷ് ഡോക്ടറെ, എല്ലായിടത്തും സാറിന് സൗകര്യമെങ്കിൽ, നമുക്ക് അസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ 11-ാം തീയതി തന്നെ സാറിന്റെ ഇതിന്റെ തുടർഭാഗവും ഒരു ചർച്ചയും വെക്കാവുന്നതാണ്. 11, അതായത് വെള്ളിയാഴ്ച. സാർ എന്ത് പറയുന്നു? അന്ന് സാറിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇതിൽ ഹരിഹരൻ ഡോക്ടറൊക്കെ ചർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം സാറിനൊക്കെ ഒത്തിരി പറയാനുണ്ട്. സാറ് മ്യൂട്ടാണ്. അശോക് കുമാർ സാർ മ്യൂട്ടാണ്. ചെയ്യാം സാറേ, കുഴപ്പമില്ല. നമുക്കത് 11-ാം തീയതി നമുക്ക് 11-ാം തീയതി ഫിക്സ് ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ മറിയാമ്മ ഡോക്ടർ. സാറേ, അങ്ങനെ നമ്മുടെ IFPHന്റെ
1500-ാം ദിനാഘോഷത്തിന്റെ 5ാം ദിനവും പ്രതിദിന സൂം വെബിനാറിന്റെ 1498-ാം ദിവസവും വളരെ ഭംഗിയായി ഇന്ന് നടത്തപ്പെട്ടു. ഇത് ഇത്രയും ഭംഗിയാക്കിയ ശ്രീ അശോക് കുമാർ വി സാറിന് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നന്ദി അറിയിച്ച പ്രവീൺ ഡോക്ടറും സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രവീൺ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ 1498-ാം സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഓക്കെ, നമസ്കാരം.